മിണ്ടാപ്രാണികളോടുള്ള ചില മനുഷ്യരുടെ ക്രൂരത അവസാനിക്കുന്നില്ല. പോത്തുകളെ തുരുത്തുകളിലേക്ക് വിടരുതെന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടും അതിനെല്ലാം പുല്ലുവിലയാണ് പോത്ത് കച്ചവട ലോബിയുടേത്. എന്നാൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ചില മനുഷ്യർക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആർത്തിരമ്പുന്ന കടലിലേക്ക് എടുത്തു ചാടി പോത്തുകളെ രക്ഷിക്കുന്ന പടിഞ്ഞാറേക്കരയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഈ മിണ്ടാപ്രാണികൾക്ക് രക്ഷയാകുന്നത്. നാട്ടിലെ പിള്ളേര് അത്രയും റിസ്ക് എടുത്തിട്ടുണ്ട്. ഈ പോത്തിനെ കടലിനെ ഒന്നും നോക്കാതെ അത്രയും രൂപത്തിൽ റോപ്പായിട്ട് നീന്താണ്. ആ വഞ്ചിയിലാണ് പോത്തുള്ളത്. ആ വഞ്ചിയിൽ പോത്തുണ്ട്. അവരിങ്ങോട്ട് അതിന്റെ കയറ് കൊടുക്കും. ഇവർ നീന്തിയിട്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ വഞ്ചിക്ക് ഇങ്ങോട്ട് കരയിലേക്ക് വരാൻ പറ്റില്ല, അത്രയും കടലാണ്. ഇവിടെ നമ്മളെ പിള്ളേർ ഇവിടുന്ന് നീന്തി പോവാണ്. അവർ ആ റോപ്പ് ഇങ്ങോട്ട് കൊടുക്കും. ഇവിടുന്ന് റോപ്പായിട്ട് ഇവർ നീന്താണ്. ഓക്കെ, ഈ പോത്തിനെ വളർത്തുന്ന ആൾക്കാരെ കയ്യിൽ കിട്ടിയാലേ ബാക്കി ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നത്. പോത്തിനായിട്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ജീവനല്ലേ, നിങ്ങളതൊന്നും തീരെ നോക്കണില്ല. ഈ വെള്ളമൊഴുക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സുരക്ഷിതമായ സ്ഥലത്തൊന്നും കെട്ടാതെ തോന്നിയ പോലെ അഴിച്ചു വിടുക, എന്നിട്ടാണ് വലുതാകുമ്പോൾ വിൽക്കുക. വൈജോ പോത്തിൻ്റെ ആൾക്കാരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോത്തൊക്കെ എത്ര നേരം കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കടലിൻ്റെ ഓരോ ഇത് നോക്ക്. ആ കടലിനാണ് കിടന്നിട്ട് ചെക്കന്മാർ പോത്തിന് വേണ്ടി നീന്തണേ. ഒരു ജീവന് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. പോത്തിൻ്റെ ആൾക്കാരോട് വേഗം വരാൻ പറയും. ഒരു ഒന്നര നല്ല ഇതുണ്ട്. അത്ര ഒരു ജീവനൊന്നും വരില്ല. പോത്തായാലും പട്ടിയായാലും നായാലും എന്തായാലും ഒരു കുറവ് അവർക്ക് കൊടുക്കാം. പോത്ത് ഈ വഞ്ചിക്കാരത്താണ് പോത്തുള്ളത്. അത്രയും റിസ്ക് എടുത്തിട്ട് പിള്ളേർ നീന്താണ് ഈ പോത്തിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. 2000-3000 ഉറുപ്പിയൊക്കെ കൊണ്ട് വരും. അപ്പോൾ ബാക്കി പറഞ്ഞിട്ടുണ്ട്. എത്ര പോലെ ആൾക്കാരെ പോത്തിനെ രക്ഷിക്കാൻ കണ്ട ആൾക്കാരെ കണ്ടില്ലേ? മാമതാ നീന്തി വരണ്ടാ, പോത്ത വരണ്ടാ ഗായ്സ്. അത് മാമതു ഇത്രയും കടലിനായിട്ട് മല്ലിട്ടിട്ടാണ് ഒരു ജീവൻ രക്ഷിക്കണത്. ആൾക്കാരുടെ മിണ്ടാപ്രാണികളോടുള്ള ക്രൂരതയുടെ മറ്റൊരു മുഖം കൂടെ പടിഞ്ഞാറേക്കര അഴിമുഖത്ത് ഇന്നലെ ദൃശ്യമായി. ഈ മിണ്ടാപ്രാണികളോട് ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയുള്ള ക്രൂരതയാണെങ്കിൽ അതേ ജീവന് തന്റെ ജീവനെ പോലെ തന്നെ വിലയുണ്ടെന്ന് മനസ്സിലാക്കി തന്റെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആർത്തിരമ്പുന്ന കടലിലേക്ക് എടുത്തുചാടി പോത്തുകളെ രക്ഷിച്ച് പടിഞ്ഞാറേക്കര അഴിമുഖത്തു നിന്നും മത്സ്യത്തൊഴിലാളിയായ മുഹമ്മദ്. മുങ്ങിത്താഴുന്നത് പോത്തുകളാണെന്നും ജീവനു വേണ്ടി അവറ്റകൾ കരയിലേക്ക് കയറുവാൻ കഴിയാതെ ഏതു സമയം മുങ്ങിത്താഴ്ന്നു പോകുമെന്ന അവസ്ഥ കണ്ടപ്പോൾ നോക്കി നിൽക്കാനായില്ല എന്നും മത്സ്യത്തൊഴിലാളി കൂടിയായ മുഹമ്മദ് പറയുന്നു. ഞങ്ങളിത് രാവിലെ ഒരു 6-6 ആകുമ്പോഴൊന്ന് കടപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ആണ് 3-4 കടലിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലിട്ടടിക്കണമെന്ന്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് ചാടി കെട്ടാക്കാളെ വഴിയെ നോക്കി മണിക്കൂർ കണക്കിനാക്കി ഇത് കെട്ടാക്കാൻ വിട്ട പരിപാടി. ഞാൻ ചാടി കെട്ടിച്ചേ ബാമ്പോ ഇക്കണം. ഇത് ആളെ തന്നെ കിട്ടിയാൽ കിട്ടും. റോപ്പിൽ ആളുണ്ടാവില്ല. ജീവൻ പണം വെച്ചുള്ള പണിയാണ് ഇപ്പോൾ. 3 മണിക്കൂർ കഴിഞ്ഞുണ്ടോ ഏറ്റവും കുറഞ്ഞ്. 3 മണിക്കൂറൊന്നുമല്ല, രാവിലെ തുടങ്ങി 6 മണിക്ക് തുടങ്ങിയാണ് ഇതിനെ കെട്ടാക്കാൻ വേണ്ടിയിട്ട്. കുറേ അങ്ങോട്ട് പോകും, കടലുടിക്കാൻ ഇങ്ങോട്ട് റിട്ടേൺ വരും, പിന്നും കയറി പോകും, പിന്നും റിട്ടേൺ വരും. അപ്പോൾ 3 പോത്തുകൾ ഒഴുകി പോകുന്നത് കണ്ടിട്ട് വന്നതാണ്. ഞങ്ങൾ ഓടി അങ്ങോട്ട് എത്തുമ്പോഴത്തേനും പോത്ത് പുഴയിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ അതിനെ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ കുറേ സമയം നിന്നു, ശ്രമിച്ചെങ്കിലും നടന്നില്ല. പോത്ത് 1-2 വട്ടം നീന്തി കരയിലേക്ക് വന്നു. അതിന് കയറാൻ പറ്റില്ല, നല്ല തിരണ്ടായിരുന്നു. അങ്ങനെ വേറെ 2 വഞ്ചിക്കാർ വന്നു. വഞ്ചിക്കാർ വന്നിട്ട് ആ വഞ്ചിക്കാർ 2 എണ്ണത്തിനെ പിടിച്ചിട്ട് കുറച്ച് അടുപ്പിച്ച് തന്നു. ഒരെണ്ണത്തിനെ ഞങ്ങൾക്ക് കെട്ടി ഇങ്ങോട്ട് വലിക്കേണ്ടി വന്നു. ഇവനിറങ്ങി ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് കടൽ കുറേ അങ്ങോട്ട് നീന്തി പോയിട്ട് പലവട്ടം ശ്രമിച്ചിട്ടും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. തിര അടിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. അങ്ങനെ അതിനെ കുടുക്ക് വെച്ചിട്ട് ഒരെണ്ണത്തിനെ കൊണ്ടുവരാൻ പറ്റി. ഒരെണ്ണത്തിനെ വഞ്ചിക്കാരങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് കരക്കെത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് സംഭവം. പിന്നെ ആണെങ്കിൽ ആളുകൾക്ക് അതിൻ്റെ അടുത്ത് കടുക്കാനും പറ്റുന്നില്ല. അങ്ങനൊരു ഇപ്പോൾ പോത്തുവിടെ ഉണ്ട്. ആരുടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ചെമ്പ്രാട്ടം ഭാഗത്താണ് ഈ പോത്തുകൾ കൂടുതലുള്ളത്. ഇത് അവിടത്താണോ ഇനി അതിനപ്പുറത്ത് വേറെ എവിടെന്നെങ്കിലാണോ വേറെ ആരുടെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഉടമസ്ഥരാരാണ് എന്താണെന്നൊന്നും അറിയില്ല.
ഉടമസ്ഥരെ അന്വേഷിച്ച് വന്നാൽ അതിൻ്റേതായുള്ള തെളിവുകളൊന്നും പോത്തിന്മേലെ പേരോ അല്ലെങ്കിൽ അതിനൊരു കുടുക്ക് പോലും ചരടോ കയറും കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് അവർക്ക് തെളിവെന്നുള്ളത് ആദ്യം അവർ പറയട്ടെ. പിന്നെന്ന് പറയണത് ഇത് ഇവരെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇത് പിടിച്ചിട്ടുള്ളത്. അതിൻ്റേതായുള്ള ഒരു പ്രതിഫലം അവർക്ക് കൊടുക്കാതെ പോത്തിനെ നമ്മൾ വിട്ടുകൊടുക്കില്ല. തുരുത്തുകളിലടക്കം പോത്ത് കച്ചവടക്കാർ കച്ചവട ലാഭത്തിനു വേണ്ടി അഴിച്ചുവിടുന്ന പോത്തുകളാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കത്തിൽ കടലിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്നലെ 7ഓളം പോത്തുകളാണ് കടലിലേക്ക് എത്തിയത്. അതിൽ 4 എണ്ണത്തിനെ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്കും നാട്ടുകാർക്കും രക്ഷപ്പെടുത്തുവാനായത്. ബാക്കിയുള്ളതെല്ലാം കടലിൽ ചത്തുകാണും. ഏറെ ദയനീയമായ മറ്റൊരു അവസ്ഥയാണിത്. ഒട്ടനേകം വാർത്തകൾ ചമ്രവട്ടം തുരുത്തുകളിൽ പോത്തിനെ മേയാൻ വിടുന്നതുമായി ബന്ധപ്പെട്ട് വന്നെങ്കിലും ഇതൊന്നും താങ്കൾക്ക് ബാധകമല്ല എന്ന രൂപത്തിലാണ് ഈ കച്ചവട ലോബിയുടെ നിലപാട്. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമടക്കം ശക്തമായ പ്രതിഷേധത്തിലാണ്. ന്യൂസ് 99 തിരൂർ.